ഹായ് ഹലോ. അപ്പോൾ ഇന്നാണ് വാമിക കുട്ടിയുടെ 56ാമത്തെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം കേട്ടോ. ഞാനും കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ, ഏട്ടൻ വന്നിട്ടില്ല. അപ്പോൾ അമ്മ ഞങ്ങളതിനെ കുളപ്പുള്ളി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് കോട്ടേഴ്സിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് വെറും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിടന്ന് എനിക്ക് ചായ തരണമെന്ന്. അങ്ങനെ ചായയും മാവും പഴമൊക്കെ എടുത്ത് തന്നു കേട്ടോ. ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന കാര്യങ്ങൾ, പിന്നെ ഇന്നത്തെ ദിവസം ആകെ കുളവും. അതുകൊണ്ട് അത് കുടിക്കാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ പുറപ്പാടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ മേമയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ മേമയാണ് ഇവർക്ക് സഹായത്തിന് ഇവിടെ ഉള്ളത്. അപ്പോൾ അച്ഛനും അമ്മമ്മയ്ക്കും 5 പെൺമക്കളും 2 ആൺമക്കളുമാണ് കേട്ടോ. അവരുടെ മക്കളൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുടുംബമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വാമികക്കുട്ടി ഇവിടെ ഒരുങ്ങി കിടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഭയങ്കര വാശി പിടിക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരുപാട് വലിപ്പമുണ്ടായിരിക്കുന്നു, പക്ഷേ അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതാണ് അവൾ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. അപ്പോൾ ഇതാ കുട്ടിയുടെ അമ്മ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അവൾ നന്നായിട്ട് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പൊന്നോമൻ്റെ അമ്മ അതാ കുട്ടീനെ മടിയിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് പിന്നീട് ഞാൻ വേഗം അമ്മ എടുത്ത് വെച്ച ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ചെയ്യുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് എല്ലാവരും വരിക. അപ്പോൾ വേഗം അങ്ങോട്ട് പോകണം. അപ്പോൾ വേഗം ചടപടാന്ന് കഴിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് 2 ഓട്ടോ വിളിക്കേണ്ടി വരും. ഞങ്ങൾ തന്നെ ഒരു ഓട്ടോയിൽ കൊള്ളില്ല. അപ്പോൾ അതാ ഇവിടെ ഞാൻ കാണാതെ ഇവിടെ 2 പേരും കൂടിയിട്ട് ഇവിടെ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു കേട്ടോ. പിന്നീട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടേജ് മുതൽ അങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റോഡിൻ്റെ ഭാഗത്തേക്ക് ചെന്ന സമയത്ത് ബസ്സിലാണെങ്കിൽ നമ്മുടെ നീതു വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ടത് തന്നെ അവൾക്ക് മനസ്സിലായി അവളതിനെ വീഡിയോ എടുക്കുന്നുള്ളത് കൊണ്ട് അവൾ വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇവരുടെ ചെറിയൊരു ഹാളുണ്ട്, അവിടെ വെച്ച് നടത്താമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയോ പണികൾ പൂർത്തിയാകാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിക്കോളാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ മോഹനമാമൻ ഇതായിരിക്കുന്നു, കുട്ടിയുടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് ആൾക്കാരേനൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. 28 നടത്താൻ വേണ്ടി ശരിക്കും ഇത്രയും വലിയ ഹാളിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അമ്മമ്മ ഇതാ കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ 3ാമത്തെ മേമയാണ് കേട്ടോ. ഇത് ഏറ്റവും ചെറിയ മേമ. അങ്ങനെ മേമകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇതാ അവർ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വർണവും കാര്യമൊക്കെ കെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം 28ൻ്റെ ഫംഗ്ഷൻ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ചരട് കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തരും കൊടുന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടിയുടെ അച്ഛനൊരു പ്രവാസി ആയതുകൊണ്ട് അവിടെ വീഡിയോ കോളിൽ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കൂടി കണ്ടാലോ.
അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് 2 ഊഞ്ഞാൽ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് ആടാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. എല്ലാവരും ഇനി ഓരോ വഴിക്ക് പോകാനുള്ള സമയമായി. കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ ഒക്കെ പോയിട്ടുണ്ട്. എൻ്റെ മടിയിലിരിക്കുന്ന കുട്ടി എൻ്റെ ചെറിയ മേമ്മയുടെ ചെറിയ മോളെ 2ാമത്തെ കുട്ടിയാണ് കേട്ടോ. ചോറൂണ് കഴിഞ്ഞിട്ടില്ല, 2 ദിവസം കഴിഞ്ഞാലാണ് ചോറൂണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ അവൾ. അങ്ങനെ മാമന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി ഇവർ കുട്ടീനായിട്ട് ജ്വല്ലറിയിലേക്ക് കാതുകുത്താൻ പോവുകയാണ്. കുട്ടിയുടെ അമ്മമ്മയ്ക്കാണെങ്കിൽ കാതുകുത്തുന്നത് കാണാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ചെറിയ മേമേനെ ഏൽപ്പിച്ചിട്ട് മേമ പോയി കേട്ടോ. എല്ലാവരും പോയി. അങ്ങനെ ഞങ്ങളും തിരിച്ചു പോന്നു. പട്ടാമ്പി വരെയൊക്കെയാണെങ്കിൽ എനിക്ക് നിത്യേനെയും അമ്മേനെയൊക്കെ തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിത്യയ്ക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണെങ്കിൽ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, വയ്യായിക, യാത്ര ചെയ്തപ്പോൾ. അപ്പോൾ അവർക്ക് ഓരോ ചായയും എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ അവരേനായിട്ട് കടകളിലേക്കൊക്കെ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയത്. അപ്പോൾ നിത്യയുടെ ചെറിയ മോനാണ് കേട്ടോ. ഭയങ്കര കുസൃതിയാണ് കേട്ടോ അവൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ കടകളൊക്കെ കയറി ഇറങ്ങി. അവൾക്ക് അമ്മ ഇട്ട പോലത്തെ ഒരു ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയും കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരാ ചെയ്തത് കേട്ടോ. അങ്ങനെ വളരെ സങ്കടത്തോടെ കുട്ടികളെല്ലാവരും പിരിഞ്ഞു കേട്ടോ. ഇനി നേരെ ബസ് കയറിയിട്ട് ഞങ്ങൾ കൂർക്കറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.